ഈ അയ്യൊന്ന് പിടിച്ചേ, ഞാൻ പോരാ. ഹലോ ഉണ്ടാസ്വാ. സോറി കൊടുക്ക സാറേ. സാറേ ഫോൺ. സാർ, എന്റെ പേര് രാമകൃഷ്ണൻ. നല്ല പേര്. പേര് പറയാനാ വിളിച്ചേ? ഞങ്ങള് കുറച്ചുനാളെ സ്ഥലത്തുണ്ടാവില്ല, വീട് പൂട്ടി പോവാ. നിങ്ങൾ വീട് പൂട്ടി പോണ്ടതിന് ഞാനെന്ത് ചെയ്യാനാ? വീട് പൂട്ടി പോകുമ്പോ സ്റ്റേഷനെ വിളിച്ചറിയിക്കണം എന്നുള്ള പരസ്യം കാണാറുണ്ട്, അതുകൊണ്ട് വിളിച്ചാ. ഓ അങ്ങനെ. അഡ്രസ് പറ. ഫ്ലാറ്റ് നമ്പർ 12B. ഒരു മിനിറ്റ്, ഞാനൊന്ന് എഴുതിക്കോട്ടെ. സാർ ചോദിച്ചാ ഞാൻ എഴുതിക്കോളാം. ഫ്ലാറ്റ് നമ്പർ 12B. ഫ്ലാറ്റ് നമ്പർ 12B. സ്കൈ ലൈൻ മാവേലിപുരം കോളനി. മാവേലിപുരം കോളനി. സാറേ കറക്റ്റ് സ്പോട്ട് ഒന്ന് വെച്ചാ. കുരിശുപള്ളിക്കപ്പുറം. കുരിശുപള്ളിക്കപ്പുറം. അപ്പൊ ഒരു മാസം അവിടെ ആരും ഉണ്ടാവില്ല. ഒരു മാസം അമ്മടെ പുളുസോ. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. തുറപ്പാ, നീയാണല്ലേ ഇത് എഴുതിയത്? നീ ഒന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ. മാച്ചോളാ. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. മണ്ടൻ. അല്ല, വായിക്കാറിയാൻ പാടത്ത ഞാനൊരു മണ്ടനാന്ന് പറഞ്ഞതാ. സാറേ, ഉത്സവം കഴിഞ്ഞ് കൊടിയിറങ്ങി, ഞാനങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. പൊയ്ക്കോ, സമയങ്ങളല്ലേ. പിന്നെ SI പീതാംബരൻ സാറിന്റെ കയ്യിലിരിക്കുന്ന പോലത്തെ ഒരു മൊബൈൽ ഫോണേ. എന്തിനാ അതുപോലത്തെ ഒരു മൊബൈൽ ഫോൺ? അത് എന്നെ അടിച്ചേരിഞ്ഞ. അതെ, ഇത് ഇവിടുത്തെ പേന ഇവിടെ ഇരിക്കട്ടെ. ഇല്ല, ഞാൻ പോകുമ്പോ പാറാവാൻ എന്നെ കള്ളാന്ന് വിളിക്കും. 12B സ്കൈ ലൈൻ. സത്യസന്ധനായ അണ്ടർവേൾ കിങ്ങാ. അണ്ടർവെയർ ഇടാത്ത കിങ്ങ. അതാണ് വർമ്മജി. ചേച്ചി അല്ല, തിരുമേനിക്ക് കുടിക്കാൻ പാലോ സംഭാരോ? തടുത്ത സോഡ ഗ്ലാസ്. എല്ലാം നശിപ്പിക്കരുത്. ആയുഷ്മാൻ ഭവാനി ചേച്ചി. ആരും ഭവാനി ചേച്ചി എന്താണത്? തലക്കുറി ആയിക്കോട്ടെ. തലക്കറി കഴിച്ചിട്ട് കുറച്ചു കാണായിരിക്കണു. മൂലം വച്ചൊരു ശ്ലോകം ചെല്ല്. വാവച്ചു വലിയൊന്നും തെറ്റും, പിന്നീട് മൂലം വെച്ചു ആയുസിന്റെ കവടി. ഈ കുട്ടി മരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കണു. തലനാരെടുക്കാൻ രക്ഷപ്പെട്ടത്. ഇനി ഈ കുട്ടിക്ക് മരിക്കണവരെ ഒടുക്കത്തായുസ. വർമ്മ സാറിന്റെ റൂം നമ്പർ അത് ഏത് ഫ്ലോറായിട്ട് വരും? എനിക്ക് ഒറ്റക്കൊന്ന് സംസാരിക്കണം. ആ പ്രദേശത്ത് ആറിൽ എന്നോട്ടൊക്കെ പോയി സംസാരിക്കച്ചല്ലേ. എന്താ 7 to 9 എനിക്ക് പഠിക്കലാണെന്ന് അറിയില്ലേ? പഠിക്കല് പോലീസൊന്നും ഇപ്പൊ ഉണ്ട്. പൂവർ പോലീസ്. കഷ്ടം. അപ്പൊ ഇത്തവണത്തെ ഉത്സവ കളക്ഷൻ ഗോവിന്ദ അത്ര പേര് പറഞ്ഞു വിളിക്കും. ഞാൻ കിടന്ന് കാണുന്നുണ്ട്, ഞാനിവിടെ ഇല്ലാന്ന് പറ. ഓക്കെ മൈ ഡിയർ സൺ. എന്താണോ തുറക്കാൻ എത്ര താമസം? അത് അടഞ്ഞു കിടന്നോണ്ടാ സാർ. ഇവമേ, ഞാൻ എന്തായി കാണുന്നത്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെയല്ല ചേട്ടാ. എല്ലാം ഫ്രീ അല്ലേ? ഇനി നീ നിന്റെ ഡ്യൂട്ടി ഉടയിക്കോ. ഷോപ്പിങ്ങിന് കൊണ്ടുപോയില്ലെന്ന പരാതി വേണ്ട. എന്ത് സൈസ് ഉണ്ണിയാ? കൊച്ചുണ്ണി. അവനോടെ അവനിവിടെ ഇല്ല. വീട് സെർച്ച് ചെയ്യണോ? ഇത് കണ്ടോ ചേട്ടാ? അത് നീ എടുത്തോ? ഇത് ജപ്പാന്റെ ആണോ? അല്ല, രാജപ്പന്റെ അതൊക്കെ പറമ്പില്ല. അപ്പൊ ഈ സാധനം ഞാൻ എടുക്കുകയാണ്. നമസ്കാരം സ്വാമി. മന്ത്രവാദി. ഭഗവാന്മാരൊക്കെ തുണിയിട്ട് മൂടിയിട്ട് താൻ വെള്ളടിക്ക, കോഴിക്കാലും കടിച്ചു പറിച്ച്. അപ്പൊ താൻ തട്ടിപ്പാണല്ലേ? ആ പാവം ഉണ്ണിയമ്മയെ മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ഡക്കുംപുടും. നിന്റെ പരിപാടി നിന്ന് തീർത്ത് തരാടാ ഞാൻ. നിന്റെ ബാധ ഒഴിപ്പിക്കല് നിന്നെ ഇവിടുന്ന് എന്നെ ഒഴിപ്പിച്ച് തരാടാ. ഇത്രയും ബുദ്ധിയുള്ള എന്നെ പറ്റിക്കേ. എന്താ നോക്കണേ? ഞാൻ ഇവിടുന്ന് വന്നേ, അതും അറിയില്ലേ? നിന്റെ മാന്ത്രിക പരിപാടി അവസാനിപ്പിച്ച് തരാടാ കുടുംബി. അല്ലെങ്കിൽ ഇന്ന് എന്നെ അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ? നിന്നെ ഞാൻ കൊല്ലുടാ. പകല് ചുട്ട കോഴിനെ പറപ്പിക്കാൻ, രാത്രി അതിനെ പിടിച്ച് തിന്ന. വെള്ളടിക്കാ കോഴിനത്തിന്. ഇന്നത് ഉണ്ണിയമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ. കോഴിനെ കണ്ട എല്ലാ മന്ത്രവാദികൾക്കും ഒരു പ്രാന്ത. വെറുതെ അല്ല, തിന്നണം അത് തന്നെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഈ മതില് ചാടിയിട്ടുള്ള വന്നത്. ഇപ്പൊ ഇതിന് പൊക്കം കൂടിയാ എന്റെ ഈശ്വരാ. കളിച്ച് മതിലും കളിച്ചോടി എന്റെ അടുക്ക. എന്റെ അവരുള്ള മെക്കട്ട് കയറണം. ഓടെ പട്ടി ഉണ്ട ചോറിന് നന്ദിയുണ്ട് ഇത്ര പട്ടിക്ക്. ആരാ പറഞ്ഞു അവനെ അടിക്കണ? ഉണ്ണിയമ്മേ, ഉടുമ്പിയെ ഞാൻ പിടിച്ചു. അപ്പൊ അവിടെ ഉണ്ടല്ലോ. എന്താ കേശവ?
തത്വാനി പതന്തി വിമലേജലെ കപി കമ്പിത ശാഖാകൻ കുളുകു കുളു കുളു. കഴിഞ്ഞു. ഈശ്വര ഒരാപത്തും വരുത്തല്ലേ. കൊണ്ടുപോയി ഉടക്കി. ഇതിലേതാണ് കല്ല്? നാറിയല്ല പ്യാരി. എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? അതെ ഞാൻ തേങ്ങ കൊടുത്തപ്പോഴേ ഒരു പീസ് വെള്ളത്തിൽ പോയതാണ്. എന്താ സാർ? ഇതിനകത്ത് ആണുങ്ങളുണ്ടോ? ഇത് പ്രസവമുറിയാണ് സാർ. അതുകൊണ്ടാ ചോദിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇത് പ്രസവ മുറിയാണെന്ന്. എന്താടോ? ഒന്നുമില്ല സാർ. എന്താടോ? ഒന്നുമില്ല സാർ. എന്താണോ തന്റെ പേര്? മഹേശ്വരൻ. എന്താടാ കാര്യം? എന്റെ മോൾ ഒളിച്ചോടിപ്പോയി. അതിന് പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ കൊടുക്കണം. അല്ലാതെ പ്രസവമായിട്ട് എന്താ കാര്യം? ഒളിച്ചോടിയിട്ട് 10 മാസം കഴിഞ്ഞു. ഇവിടെ കാണും ഉണ്ടോന്ന് അന്വേഷിക്കാൻ വന്നതാണ്. ഓ, ഈ ആശുപത്രിയിൽ ഈ മുറിയിലുണ്ടോന്ന് അറിയാനല്ലേ? ഇയാളുടെ അന്വേഷണം കറക്റ്റാണ് സാർ. മകളെയും ചെറുമകളെയും കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്ന താൻ എങ്ങോട്ട് പോണ്ട? പോടോ പോടോ. നീ ആരാടാ വെടികൊണ്ട് ഇറക്കുന്ന തീവ്രവാദി? അല്ല സാർ. പിന്നെ നീ ആരാടാ? ഞാൻ ഡയറക്ടറാണ് സാർ. ഡയറക്ടറോ? ഏതൊക്കെ പടം ഡയറക്ട് ചെയ്തിട്ടുണ്ട്? ഞാനും ചെറുതായിട്ടൊക്കെ അഭിനയിക്കുന്ന കൂട്ടത്തിലാ. ഞാൻ സിനിമാ ഡയറക്ടർ അല്ല, കൈത്തറി വികസന കോർപ്പറേഷൻ ഡയറക്ടറാ. എന്റെ കൈ തരിക്കുന്ന യു മീൻ ഇംഗ്ലീഷ് അക്ഷരം പി? അതെ, ഇംഗ്ലീഷിൽ പ, മലയാളത്തിൽ പി. അപ്പൊ ഹിന്ദിയിലോ? പൂ. എന്നാൽ ഇത് എങ്ങനെ ഉണ്ടാകുന്നു? അത് ഈ പഴം മുറിച്ച് കടലമാവിലിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. എന്തോന്ന് പഴംപൊരി ഉണ്ടാക്കുന്നത്? നിന്നെ ആരാണ് പട്ടാളത്തിലെടുത്തത്? അതെ, അവര് തന്നെ അടവച്ച് വിരിയിക്കുകയായിരുന്നു. എല്ലായിടത്തും ഈ പെണ്ണുങ്ങൾക്ക് ഓർമ്മ പോലും, സിനിമകളിൽ പോലും. ആര് പറഞ്ഞു? എന്റെ ഭാര്യയ്ക്കൊക്കെ നാൾക്ക് നാൾ ഓർമ്മശക്തി കൂടുന്നല്ലാതെ കുറയണില്ല. എത്ര നേർച്ചയായിരുന്നെന്നറിയാം. എന്തു പറ്റിയടാ? എന്താ സംഭവിച്ചേ? എടാ, പോയ കാര്യം എന്തായി? നീ ഇങ്ങനെ ചവച്ചോണ്ട് നിൽക്കാതെ എനിക്ക് എന്താ പറ്റിയത്, എന്താ സംഭവിച്ചത്, പോയ കാര്യം എന്തായി എന്നൊന്നും ഒരു വാക്ക് നിനക്ക് ചോദിച്ചൂടെ? ഞാൻ എന്താ പൊട്ടനോ? ഭൂട്ടാനാ? ഭൂട്ടാനോ? ഞാൻ എന്തിനാടാ ഭൂട്ടാനിൽ പോകുന്നത്? പതുക്കെ പറ, ആളുകൾ ശ്രദ്ധിക്കുന്നു. ഛർദിക്കാനോ? ഞാൻ എന്തിനാടാ ഇവിടെ ഛർദിക്കുന്നേ? നിനക്ക് ആക്ച്വലി എന്താ പറ്റിയത്? രവി, ഞാനൊന്ന് പറയട്ടെ. പിന്നെ പറയാം. പുന്നപ്പുറ പോണെന്ന്. ഹലോ, നിങ്ങളുടെ സുഹൃത്തല്ലേ? ചെവിയേക്കാൻ പറ്റില്ലെങ്കിൽ ഒരു മിഷൻ ആ മനുഷ്യന് വാങ്ങിച്ചു കൊടുക്കൂ. അപ്പൊ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. നല്ല മസിൽ വേണമെങ്കിൽ ജിമ്മിൽ പോയേ പറ്റൂ. മീശന്റെ എങ്ങനെ ഇരിക്കണേ? മീശ ജിമ്മിന് പോണ്ടോ? ഞാനിപ്പോ വളരെ ഡീസന്റ് നല്ല ആളാ, പക്ഷേ മുഖത്തത് കാണുന്നില്ല. അയ്യോ സാർ, അവൻ ഇപ്പൊ തന്നെ മോഹം കഴിയുള്ളൂ, ഒലിച്ചു പോയിണ്ടാവും. ത്യാഗം ചെയ്യാൻ ഇറങ്ങി തിരിച്ച് ചെറ്റേവൻ. ഈ ചെറ്റയുടെ പാറ്റയുടെ ചായണോ? മതി. മതിയായിട്ടില്ല. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. കുടുംബത്തെ കയറ്റം കൊള്ളൂല അവന്. എന്നാ നീ എന്നെ ഫ്ലൈറ്റ് കയറ്റാ. എത്ര ഇടി വെട്ടണു? അതിലൊരെണ്ണം തരില്ല. ഇടിവെട്ട് കഴിച്ച കരിഞ്ഞു പോകും. എലിപ്പനി, ഡെങ്കമ്പനി, ജപ്പാൻ ജ്വരം, അങ്ങനെ എന്തൊക്കെ വ്യാധികൾ വന്ന് നാട്ടിൽ ഓരോരുത്തർ ചത്ത് പണ്ടാറടങ്ങണ്. അതിലൊന്നും പെടാതെ എന്റെ കാലിനായിട്ട് നിന്നെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തല്ല. നോക്കട്ടെ, വരന് ആവശ്യമുണ്ട് നായർ യുവതി മൂലം വെളുത്ത നിറം. ബംഗ്ലാവ് എന്ന് പറഞ്ഞപ്പോ ഇത്ര വിജൃംഭിച്ചതായിരിക്കും ഒരിക്കലും വിചാരിച്ചില്ല. വിജൃംഭിച്ചത് എന്നുവെച്ചാ അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? എന്താ ഇത് ചിക്കൻ, ഡക്ക, ഈ പോത്താ ഇത്രക്ക് ചെറുതാ, കിടാവായിരിക്കും. കഴുത ഇറച്ചി ആരെങ്കിലും കഴിക്കും. ടയർ പഞ്ചറടാ, മാറ്റിയിടണം. അതൊന്നും വേണ്ട. ഈ ഹൈ റേഞ്ചിലെ തണുപ്പത്ത് ടയറൊക്കെ ആര് കാണാൻ? ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ പറ്റിയ ഏതെങ്കിലും ഡോക്ടറെ നമ്പർ നിന്റെ ഉണ്ടോ? എന്റെ കയ്യില് വിളിക്ക്. പക്ഷെ ബോംബെയിൽ നിന്നൊക്കെ എത്തുമ്പോ താമസിക്കോ? ബോംബെ, സോറി, മുംബൈയിൽ നിന്ന്. പല്ലുവന വന്നിട്ടൊന്നും ആരും ഇതുവരെ ചത്തിട്ടില്ല. അങ്ങനെ പറയരുത്. എന്റെ അമ്മാവൻ മരിച്ചത് പല്ലുവേന വന്നിട്ടാ. വേദന വന്ന നിമിഷങ്ങൾക്ക് അന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തു, ഞാനൊരു ഡെന്റിസ്റ്റ് ആവും. എങ്ങനെയാ നിന്റെ അമ്മാവന് പല്ലുവേദന വന്നത്? ഒരു പാണ്ടി ലോറി നേരെ വന്ന് ഒറ്റയിടി ഫ്രണ്ട് പല്ലില്. അവളുമാരൊക്കെ ഞെത്താറായിട്ടുണ്ടല്ലേ? അയ്യോ ഇല്ല, താമസിക്കും. പതുക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നന്നായി. ജെസിക്ക് അതിന് യാത്ര ചെയ്യാൻ പാടില്ല. വിസിൽ വിഴുങ്ങിയ 5 വിസിൽ വിഴുങ്ങിയ ഗ്യാസ് കയറിയോ? എവന്റെ ഭാര്യയ്ക്ക് ഗ്യാസ് കയറിയോണ്ട് പതുക്കെ വരുവുള്ളെന്ന്. ഉണ്ടായിരുന്നാ കഴുത. ഭാര്യക്ക് ഗ്യാസ് കയറിയ ഞാനെന്ത് വിളിച്ച്? തമിഴനാടാ, മലയാളം മനസ്സിലാവില്ല, ഞാൻ പറയാം. അണ്ണാച്ചി വളിവിട്. സോറി അണ്ണാച്ചി, വളികൾ വിടുങ്കോ. അയ്യോ, മലയാളിയാണോ? എന്നാ വിടണ്ട അണ്ണാ. കുറെ നാള് കൂടി സുഖമായിട്ടൊന്ന് ഉറങ്ങി. അതെ, ഒരു പോള കണ്ണടച്ചിട്ടില്ല. ഐസിന്ന് ഷോക്ക് അടിച്ചെന്നോ? ഫ്രിഡ്ജിന്ന്. അതെങ്ങനെ ഷോക്ക് അടിക്കും? ഞാനിപ്പോ ഇതിനകത്ത് നിന്ന് കൂൾ സോഡ എടുത്താണല്ലോ.
അങ്ങനെ പറയരുത്. യവൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഞാനും അന്ന് ഹണിമൂണൊക്കെ പോയതാ. പക്ഷെ അതിന് അവളുമായിട്ട് അന്ന് മുട്ടൻ വഴക്കായി. ഇപ്പൊ ഇങ്ങനെ ഒന്ന് കൂടിയാ അവളുമായിട്ടുള്ള വഴക്കും പ്രശ്നങ്ങളും ഒക്കെ അങ്ങ് തീരും. ജാനകിയായിട്ട് എന്തിനാ വഴക്കായത്? അന്ന് ഹണിമൂണിന് പോയപ്പോ ചെലവ് ചുരുക്കാൻ ഞാൻ അവളെ കൊണ്ടുപോയില്ല. അത് തെറ്റാണോ? ഫോൺ എടുത്തൊരു ടാക്സി വിളിക്ക്. മിസ്ഡ് കോൾ അടിച്ചാൽ മതി തോമസ് കുട്ടി. കാശ് കളയണ്ട.